ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഡേ 2ൻ്റെ ഔട്ട്ഫിറ്റ് ഇതാട്ടോ. ഈ ഒരു ഫ്രോക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോകാൻ വേണ്ടി പോകുന്നത് ചർച്ചിലേക്കാട്ടോ. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്, 15 മിനിറ്റ് ദൂരമായിട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നേരെ സ്കൂട്ടി എടുത്തിട്ട് ഇറങ്ങി. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ, പക്ഷേ ആ പോകുന്ന വഴിക്ക് അധികം വെയിലൊന്നും അധികം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. എന്നാലും ക്യാപ്പ് ഇടണമല്ലോ, നല്ല വെയിലില്ലോണ്ട്. അതുകൊണ്ട് ഇനി നേരെ നമ്മൾ സ്കൂട്ടിയിൽ അവിടേക്കുള്ള യാത്ര കേട്ടോ. അതായത് ഒരു ഓൾഡ് ചർച്ച് എന്ന് പറയുമ്പോൾ പോകുന്ന വഴിക്ക് കുറേ ചർച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും ഓൾഡ് ചർച്ചായിരുന്നു ഇതുണ്ടായിരുന്നത്. പിന്നെ ഒരു പശു കണ്ടോ ഇങ്ങനെ പോകുന്നത്. വഴിയൊന്നും തരുമില്ല, നമ്മൾ പൊക്കോളൂ. പുള്ളിക്കാരൻ ആ വഴി അങ്ങ് പൊക്കോളും, വലിയ ഉപദ്രവവും കാര്യമൊന്നുമില്ല. ഇവിടെ കണ്ട ഒരു പ്രത്യേകത കേട്ടോ, അതായത് കടേൻ്റെ മുന്നിലായാലും അല്ല എവിടെയായാലും പശുവിനെ കണ്ടാൽ അവർ പായിക്കോ അതായത് ഓടിക്കോ ഒന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ഇതാകും. പിന്നെ അങ്ങനെ നമ്മൾ ചർച്ചിൻ്റെ സൈഡിലേക്കൂടി ഇല്ല വഴിയിലേക്കൂടി ചർച്ചിലേക്ക് എത്തി കേട്ടോ. അതായത് രണ്ട് വഴിയുടെ മുന്നത്തേക്കൂടി ഇപ്പുറത്തെ വരുന്ന വഴിയിലേക്ക്, ഇപ്പുറത്തൂടെ വരുന്നവർക്ക് ഇവിടെയും നേരെ ഓപ്പോസിറ്റ് വരുന്നവർക്ക് അതിലേയും കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേ വരുമ്പോഴും ഈ ഒരു പ്ലേസിൽ കൂടി ഇവിടെ ഇങ്ങനെ എത്താ ചെയ്യത്. പിന്നെ നമ്മൾ നേരെ മറ്റേ വഴിയും വന്ന് നോക്കി കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമുണ്ട്, ഈ വഴി നല്ല ചർച്ചിൻ്റെ വ്യൂ ഒക്കെ കിട്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ നേരെ എത്തിയതാ അവിടെ. ഇയർ കണ്ടോ, ഈ ഇയറിലാന്ന് തോന്നും ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഉള്ളിൽ തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ സൈഡിലേക്കൂടി ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റിയായിരുന്നു. അങ്ങനെ കയറിയത് ഇത് 2 കുമ്പസാരക്കൂട് കണ്ടു. പിന്നെ അവിടുന്ന് മുകളിലേക്ക് വരും ചർച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. അതായത് ഇതായിരുന്നു കേട്ടോ ചർച്ചിൻ്റെ ഉള്ളിൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിയാലും റോഡ് സൈഡിൽ ഇതുപോലെ പൂക്കൾ വിൽക്കുന്നത് കണ്ടു. നല്ല ഫ്രഷ് ഫ്ലവേഴ്സ്. റേറ്റ് ചോദിച്ചപ്പോഴും നല്ല റേറ്റ്, ഒന്നിന് 250 രൂപയൊക്കെ പറഞ്ഞത്. പിന്നെ മേടിച്ചില്ല. പിന്നെ നേരെ നമ്മൾ ഇറങ്ങിയത് ഒരു അമ്പലം കണ്ട, ഒരു അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങി കേട്ടോ. നല്ല അത്യാവശ്യം നമ്മൾ കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്, നല്ല തണലും നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലം. അങ്ങനെ അവിടെ ഇച്ചിരി നേരം ഇരുന്ന് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു, കാരണം ഉറങ്ങാൻ വേണ്ടിയിട്ട്. നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വരുമ്പോഴേക്ക് ഇതാണ് കേട്ടോ റൂമിൻ്റെ എന്ന് പറയുന്നത്, ഒരു ബെഡ്, ഇതുപോലെ അറ്റാച്ച് ബാത്റൂം, നല്ല ക്ലീൻ ബാത്റൂമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ ഒരു കബോർഡുണ്ട്, ദെൻ കബോർഡിൽ തന്നെ ലോക്കറും ഉണ്ട്. അങ്ങനെയുള്ള ആയിട്ടാണ് കേട്ടോ. നല്ല ഹെയർ ഡ്രയറും കാര്യമൊക്കെ ആയിട്ടുള്ള ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്. അങ്ങനെ ഞങ്ങൾ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ് രാത്രിയാണ് കേട്ടോ പിന്നെ അടുത്തത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബാഗ ബീച്ചിൽ അടുത്തുള്ളൊരു വാക്സ് മ്യൂസിയത്തിലേക്കാണ് പോയിട്ടുള്ളത്. അവിടുന്ന് ബാഗ ബീച്ച് അതൊന്നും അടുത്തുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ അക്വേരത്തിൽ കയറി. പെർ ഹെഡ് 250 ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു ഇത്ര എന്താ കാണാനുണ്ടാവുക എന്നൊക്കെ അവിടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ലോണം കാണാനുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും വലിയ മീനാണ് അവർ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചു ഇതിനേക്കാളും വലിയ മീൻ അകത്തുണ്ട്. ഉണ്ട് എന്ന് പറഞ്ഞാൽ, പക്ഷേ വലിയ മീനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്സ് കുറേ മീനുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കടലിൻ്റെ അടിത്തട്ട് കാണുന്ന കുറേ മീനും അതുപോലെ തന്നെ പവിഴപ്പുറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആദ്യം വിചാരിച്ച ആ എമൗണ്ടിന് വേർത്തല്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ മനസ്സിലായത് നല്ല വേർത്തായിരുന്നു ആ എമൗണ്ടിൽ. പിന്നെ ഓരോ ഫിഷിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സൈഡിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് വായിക്കാനില്ല ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അത് ഞാനത് വായിക്കാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ അത്യാവശ്യം അറിയുന്ന കുറച്ച് മീനുകളെ കാര്യമൊക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് വായിച്ച് നോക്കി. കാരണം ഇൻട്രസ്റ്റിങ് തോന്നില്ല ചില മീനുകളെ കാണുമ്പോൾ, ആദ്യമായിട്ട് കാണുന്നതായിട്ട്. അങ്ങനെ വായിച്ചു നോക്കി. അല്ലാതെ എല്ലാ ഫിഷിനെയും വായിക്കാൻ നിന്ന് അവിടെ നിന്ന് ഇറങ്ങലുണ്ടാവില്ല എന്ന് വെച്ചിട്ട് എല്ലാത്തിൻ്റെയും ഒന്നും വായിക്കാൻ നിന്നില്ല. അപ്പോൾ കുറേ ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ഫിഷ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാരണം വേറെ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, ബീച്ചിലോ കാര്യത്തിലോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഒരു ഈവനിങ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഇങ്ങോട്ടേക്ക് ഇച്ചിരി നേരത്തെ വന്ന വഴി തന്നെ അതേപോലെ തന്നെ വരാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഈവനിങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്കുന്ന ചായയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിച്ചു. പിന്നെ ഇവിടുന്ന് നേരെ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബീച്ചിലേക്ക് പോയി, അതായത് കുറച്ച് നേരം ബീച്ചിൽ പോയിരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ബീച്ച് പിന്നെ നൈറ്റ് കാണാൻ നല്ല ഭംഗിയാണല്ലോ, അതുകൊണ്ട് പിന്നെ ബീച്ചിൽ പോയിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ട കുറേ മീനുകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല മീനുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല കടലിൻ്റെ ഈ ഒരു മീനെ കാണാൻ നല്ല രസമുള്ള, ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിൽക്കുന്ന
ആ ഒരു ടൈപ്പ് ശരിക്കും അത് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വായിച്ചു നോക്കി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്. ഇത് കുഴപ്പമില്ല. എന്നാലും ചിലതൊക്കെ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പാട്ടോ. അതായത് കുറേ ഫിഷിൻ്റെ അക്വേറിയത്തിൽ ഇതുപോലെ പോയിട്ടുണ്ടെങ്കിലും കാണാത്ത കുറേ ടൈപ്പ് മീനുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു പറശ്ശിനിയിലെല്ലാം കണ്ടതല്ലേ, പിന്നെ എന്താ കാണേണ്ടതെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ എങ്കിൽ നല്ലോണം കാണാനുണ്ടായിരുന്നു. അതാണ് അവിടുത്തെ പോയിട്ട്. പക്ഷേ എങ്കിൽ പെർ ഹെഡ് 250 കേട്ടോ. അവർ ദിയക്കും പൈസ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര നഷ്ടമായിപ്പോയി. നമ്മൾ ആദ്യം വിചാരിച്ച് ദിയക്ക് വേണ്ട, നമ്മൾക്ക് രണ്ടാക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറാമെന്ന് വെച്ചാൽ അവർ പറഞ്ഞു ദിയക്കും കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ദിയക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതിന് പിന്നെ ടിക്കറ്റ് എടുത്തില്ല. 3 ഇയേഴ്സിന് മുകളിലാണ് ടിക്കറ്റ് വേണ്ടതെന്ന് പറഞ്ഞു ചെറുതിന്. പിന്നെ 3 വയസ്സായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് മൂക്ക് വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ അവൾക്ക് ശരിക്കും 4 വയസ്സാവാനായി കേട്ടോ. അതുകൊണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ച് ഇറങ്ങി. അതായത് ഒരു വഴിയെ കണ്ട് 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 കുറേ കാണാനുണ്ടായിരുന്നോ. ഇതുപോലെ കണ്ട് ഇതൊക്കെ ഒറിജിനൽ കല്ലാണെന്നാണ് അവർ പറയുന്നത് കേട്ടോ. കടലിൻ്റെ അടിത്തട്ടിൽ ഒറിജിനൽ കല്ലാണെന്നാണ് പറയുന്നത്. ഇത് മീനിനെ കാണാൻ നല്ല രസമില്ലേ. ഇതിന് വെറുതെ രസം. സീബ്ര അങ്ങനെ എന്തോ ഒരു മീനാണ് ഇത്. കണ്ടോ, ഇനി ശരിക്കും ജീവനുള്ളത് നമ്മൾ കുറേ സൂക്ഷിച്ച് നോക്കുമ്പോട്ടോ മനസ്സിലാവുന്നത് അതിന് ജീവനുണ്ട് എന്നുള്ളത്. ഇങ്ങനെ ചെറുതായി ഇങ്ങനെ അനങ്ങും. അതിൻ്റെ നടുക്ക് അതിൻ്റെ ഇതുണ്ട്. എന്താണെന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിയില്ല കേട്ടോ. അത് കണ്ടപ്പോഴൊരു ക്യൂരിയോസിറ്റി തോന്നി. കാരണം ഫസ്റ്റ് ടൈം ആട്ടോ ആ ഒരു സാധനം കാണുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ. അപ്പം അങ്ങനെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ അവരോട് ചോദിച്ചപ്പോൾ അവർ ഒറിജിനൽ കല്ലാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം റൂമിലെത്തിയില്ല. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇന്ന് ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഫുഡ്. കോംപ്ലിമെൻ്ററി ആയിരുന്നു ഫുഡ്. അതുകൊണ്ട് ഫുഡ് അടിച്ചും പൊളിച്ചും കഴിക്കാം. ജ്യൂസ് കഴിക്കാം. ഇവരൊക്കെ ഇതാ രാവിലെ എഴുന്നേറ്റ് വാട്ടർമെലോൺ ജ്യൂസ്, പിന്നെ ഇന്ന് ഉപ്പുമാവും ഉണ്ടായിരുന്നു, കറി ഉണ്ടായിരുന്നു, മുട്ടയുണ്ടായിരുന്നു, അങ്ങനെ എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. ബ്രെഡ് ഉണ്ടായിരുന്നു. ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് തരും, ജാം, ബട്ടറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നാൽ ഇച്ചിരി പൂളിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ കാർ പിടിച്ചിട്ടാട്ടോ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. പിന്നെ അതിന് മുന്നേ കുറച്ച് സമയം ഉണ്ടായിരുന്നു. നമ്മൾ പർച്ചേസിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നെ വരുന്ന വഴി റീല് അത്യാവശ്യം ആൾക്കാർ ഇവിടുന്ന് റീലെടുക്കുന്നുണ്ടായിരുന്നു. ഇതും ഒരു നല്ല ട്രെൻഡിങ് പ്ലേസ് ആണല്ലോ ഗോവയിൽ. ആൾക്കാർ റീലെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗോവയിലെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കണ്ടു. ഗോവേൻ്റെ ആ ഒരു പാലും ഇല്ലേ എപ്പോഴും കാണിക്കുന്നത്. പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് കുറച്ച് നല്ല പ്ലേസാണ്. അതായത് ഇവിടെ എല്ലാ ആൾക്കാരും വരുന്നതാണെന്ന് തോന്നുന്നു ഗോവേൻ്റെ. ഏകദേശം ഇതുപോലെ സൈക്കിൾസ് ഇതും ചെയ്യാനും അതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം ഇങ്ങനെ നോക്കി പോയട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ട്രെയിന് വൈകുന്നേരം 5 സംതിങ്ങിനാട്ടോ ഉണ്ടായിരുന്നത്. പക്ഷേ അരമണിക്കൂർ ലേറ്റായിരുന്നു. നമ്മളവിടെ വെയിറ്റ് ചെയ്തു. പക്ഷെ വേഗം വന്നു. അത് കഴിഞ്ഞ് കറക്റ്റ് ടൈമിനാട്ടോ കോഴിക്കോട് എത്തിയത്. പുലർച്ചെ 3:10. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.